നമസ്കാരം. വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. 11 മാസം കഴിഞ്ഞിരിക്കുന്നു ചൂരൽമല മുണ്ടക്കായ് ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് നാടിനെ നടുക്കിയ ആ ദുരന്തം അതിനെ ഒരുവിധം അതിജീവിച്ചു വരികയാണ്. പക്ഷേ ഗവൺമെന്റ് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ എത്രത്തോളം എത്തി? മറിച്ച് പണം, ഒട്ടനവധി പണം, 765 കോടി രൂപ CMDRFിലേക്ക് പല ആളുകളും നിക്ഷേപിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വിനിയോഗിക്കുന്നുണ്ടോ? കേരളത്തിലെ സാംസ്കാരിക നായകർ എന്ന് അറിയപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവരാരും തന്നെ ഈ കാര്യത്തിൽ ഖമ എന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. പക്ഷെ വ്യത്യസ്തനാകുകയാണ്. ധീരമായ നിലപാടുകൾ ദുരന്ത സമയത്ത് തന്നെ ഗവൺമെന്റിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് ധീരമായ നിലപാട് തുറന്നു പറഞ്ഞ അഖിൽ മാരാർ ഈ ദുരന്തം നടന്നതിന്റെ അതിന്റെ ഉത്ഭവ സ്ഥാനത്ത് മുണ്ടക്കയിലെ പുഞ്ചിരിമട്ടത്ത് ആ ദുരന്ത ഭൂമിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഈ ദുരന്തത്തെ വിറ്റ് കാശാക്കുന്ന രീതിയിൽ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് അംഗീകരിക്കാനാവില്ല. പൊതുസമൂഹം ഇതിനെതിരെ പ്രതികരിക്കണം, കൃത്യമായിട്ട് പ്രതികരിക്കണം. ഈ ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച പണം ദുരന്തബാധിതർക്ക് വേണ്ടി മാത്രം ചിലവഴിക്കണം എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന്റെ ആ മണ്ണിൽ നിന്നുകൊണ്ട് അദ്ദേഹവുമായി നടത്തിയ ഒരു അഭിമുഖം നമുക്ക് കാണാം. നിങ്ങൾ ഈ പൂർണ്ണമായും ഈ വീഡിയോ കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്ന മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഉരുളൊഴുകി, ആ മലയിൽ നിന്ന് ഒഴുകി വന്ന ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ ഒരുപാട് വീടുണ്ടായിരുന്നു. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് ശേഷം ആദ്യം ഈ ഇവിടുത്തെ ഹതഭാഗ്യരായ ജനതയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയ ഒരാളാണ്. ഇപ്പോഴും അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം അങ്ങനത്തെ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ യഥാർത്ഥത്തിൽ എൻ്റെ കയ്യിലും ഒരുപാട് പൈസ ഉണ്ടായതുകൊണ്ടൊന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നില്ല ആ സമയത്ത്. നമ്മളിതിനു മുമ്പ് ഒരു 2018 പ്രളയം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2018 പ്രളയ സമയത്ത് എല്ലാ മനുഷ്യരും ഒന്നടങ്കം നമ്മുടെ സർക്കാരിനെ സഹായിച്ചു. 5000 കോടിയോളം നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലേക്ക് വന്നു. പക്ഷേ അതിനുശേഷം എത്രയോ മനുഷ്യർക്ക് അർഹതപ്പെട്ട നീതി ലഭിച്ചിരുന്നില്ല എന്നത് നമുക്ക് പരാതികൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. അപ്പോഴാണ് വയനാട്ടിലൊരു വലിയ ദുരന്തം വരുന്നത്. ഈ ദുരന്തം വന്നതിൻ്റെ പിറ്റേന്ന് മുഖ്യമന്ത്രി വന്നിട്ട് വീണ്ടും പൈസ തരാൻ പറയുക. ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുകയോ, ഇവിടുത്തെ ജനങ്ങൾ ഖജനാവിൽ പൈസയുണ്ട്, നമുക്ക് മറ്റു കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത് പറയുകയാണ് ഇങ്ങനൊരു കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മനസ്സറിഞ്ഞ് സഹായിക്കും. പക്ഷേ ഇതിനു മുൻപ് കൃത്യമായി ചെയ്യാതിരുന്നൊരു സർക്കാർ പെട്ടെന്ന് ദുരന്തം വന്നപ്പോൾ പിറ്റേ ദിവസം മുതൽ പണം പിരിക്കാൻ ഇറങ്ങിയപ്പം ഞാൻ ഉന്നയിച്ചൊരു കാര്യമാണ്, നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സഹായിച്ചാൽ എന്താണ്. അപ്പോൾ അതിന് ആരോപണങ്ങൾ, വിവാദങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞത്, അന്ന് ഇവിടെ ഈ ഒരു പ്രദേശം താമസയോഗ്യമല്ല, പലരും ഇവിടുന്ന് മാറിപ്പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കേട്ടപ്പോൾ കൊല്ലത്തേക്ക് വരാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാമെന്ന അർത്ഥത്തിലായിരുന്നു അന്ന് പറഞ്ഞത്. പിന്നീട് പലരും അതിൽ വിമർശനം ഉന്നയിച്ചു, വയനാട്ടുകാർക്ക് എന്തിനാണ് കൊല്ലത്തേക്ക് വരുന്നത്, വയനാട്ടിൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാനിത് വയനാട്ടിൽ തന്നെ നമുക്ക് ചെയ്യാമെന്ന് പിന്നീട് പറയുന്നത്. അതിപ്പോഴും പറഞ്ഞ കാര്യം എൻ്റെ കയ്യിൽ എപ്പോഴും പറയുന്നത് വലിയ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, എൻ്റെ വീട് പോലും വഴിയില്ലാത്തൊരു ചെറിയ വീടാണ്, വീട്ടിൽ അച്ഛനും വീട് പറഞ്ഞത്. പക്ഷേ എന്നാലും ഇവിടെ അർഹതപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യാവുന്നതായിരുന്നു. അതുകൊണ്ടാണ് ഷാജിയേട്ടനെ വിളിച്ചപ്പോൾ ഞാൻ വന്നതും ഇത് വന്ന് കണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉറപ്പായിട്ട് വിഷയം. എന്തായാലും മലയാളികളുടെ പ്രിയപ്പെട്ട അഖിൽ മാരാർ അദ്ദേഹം ഞങ്ങളുടെ ഈ എല്ലാം നഷ്ടപ്പെട്ട ജനതയ്ക്കൊപ്പം അദ്ദേഹം അന്ന് പറഞ്ഞ അതേ വാക്ക് പാലിച്ചുകൊണ്ട് ചേർത്ത് നിർത്തും എന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഈ നാട്ടുകാരുടെ കടപ്പാട് ഞാൻ അറിയിക്കുകയാണ്. എന്തായാലും ഞങ്ങളുടെ അത് കടപ്പാടോ ഇതിനൊരു ഒരു പബ്ലിസിറ്റിയുടെ കാര്യമല്ല. നമ്മളിപ്പോൾ ഒറ്റ കാര്യമുള്ളായിരുന്നു. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ 10-750 കോടി രൂപ വന്നിട്ടുണ്ട്. ഞാനും വന്ന 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് ധനസഹായം ദുരിതാശ്വാസത്തിൽ കൊടുത്തതാണ്. സർക്കാരിൻ്റെ കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പം അത് സമൂഹത്തോട് പറയുകയും വേണം. സർക്കാർ എന്തുകൊണ്ട് കൃത്യമായി അർഹമായിട്ടുള്ളവർക്ക് കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ പറയണം. നിങ്ങളാണ് അവിടെ പറ്റിക്കപ്പെടുന്നത്. ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾ പലരും വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കണം. ഒരുപാട് ബിസിനസ്സുകാർ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നും നീതിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ പല ആൾക്കാരും ഓടി നടക്കുകയാണ്. അവർക്ക് പലതും ഒരു വർഷം ഒന്ന് കഴിഞ്ഞു, ഇപ്പോഴും ഇതിൻ്റെ പരിപാടികളൊന്നും ആയിട്ടില്ലെന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് വിഷമം തോന്നുകയാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഗവൺമെൻറ് തന്നെയാണല്ലോ നമ്മളായിട്ട് വരയ്ക്കുന്നത് എന്നുള്ളതാണ്. ഗവൺമെൻറ് ഈ ദുരിതങ്ങൾ ഇപ്പോൾ 765.4 കോടി രൂപയാണ് CMDRFിലേക്കും മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ളത്. ഗവൺമെൻറ് കൃത്യമായിട്ടും ഇത്തരം ദുരന്തങ്ങളെ അവരുടെ സാമ്പത്തിക ബാധ്യത തീർക്കാനുള്ളൊരു ഇതായിട്ട് ഉപയോഗിക്കുകയാണ്. അല്ല, ഞാൻ അന്ന് ആരോപിച്ചൊരു ആരോപണമാണ്, ദുരന്തത്തെ വിറ്റ് കാശാക്കരുത്. ദുരന്തമുഖത്ത് നിന്ന് ഒരു പറ്റം ജനതയുടെ കണ്ണീര് വെച്ചിട്ടല്ല സർക്കാരോ രാഷ്ട്രീയ പാർട്ടികളോ മുതലെടുപ്പ് നടത്തേണ്ടത്. അതിനർഹമായ നീതി തീർച്ചയായിട്ടും കൊടുക്കണം. അതിന് ഇൻഡിവിജ്വലി ഓരോ ജനതയും പ്രതിഷേധ സ്വരം ഉന്നയിക്കണം. എനിക്കെതിരെ അന്ന് കേസ് വരെടുത്തു. ഞാനിത് പറഞ്ഞപ്പോൾ ഞാനന്ന് ഒരിക്കലും വയനാട്ടിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പൈസ കൊടുക്കരുതെന്ന് ഒരു സ്ഥലത്ത് പോലും ഞാൻ പറഞ്ഞിരുന്നില്ല. ഞാൻ ആകെ പറഞ്ഞത് കാര്യം ഇന്നലകളിൽ കബളിപ്പിക്കപ്പെട്ട ഒരു വലിയ ജനത കേരളത്തിലുണ്ടായിരുന്നു. ആ ജനതയ്ക്ക് ഇനിയൊരു അബദ്ധം പറ്റാൻ പാടില്ല. ഒരിക്കൽ 5000 കോടി രൂപ കൊടുത്തിട്ട് പല കാര്യങ്ങൾക്കും വഴിമാറ്റി വിനിയോഗിച്ചിരിക്കുന്നു ദുരിതാശ്വാസ നിധിയുടെ ഫണ്ട്. അതിവിടെ ഉണ്ടാവാൻ പാടില്ല.
ഇപ്പോഴും ഞാൻ എന്താ ആഗ്രഹിച്ചെന്നറിയാമോ? മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, പ്രതിപക്ഷ നേതാവും നമ്മുടെ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയും കൂടെ ചേർന്നൊരു സെപ്പറേറ്റ് ഒരു പാനൽ ഉണ്ടാക്കിയിട്ട് ആ ഒരു അക്കൗണ്ടിലേക്ക് വിശ്വാസപൂർവ്വം നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ ഇവർ ചെയ്തില്ല. അപ്പോൾ ഇത് വർഷം 1 കഴിഞ്ഞു, ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. ഇൻഡിവിജ്വലി ആൾക്കാർക്ക് വീതിച്ചു കൊടുത്താൽ പോലും 50 ലക്ഷം രൂപ വെച്ച് വീതിച്ചു കൊടുത്താൽ എത്ര പേർക്ക് കൂടെ കിട്ടാൻ കേട്ടോ? 500 കുടുംബങ്ങളല്ലേ കാണത്തുള്ളൂ. അതെ, 1000 കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ പോലും 500 കുടുംബങ്ങൾക്ക് വീട് വെക്കണം. 1000 കുടുംബങ്ങളുടെ കണക്കെടുത്താൽ പോലും 50 ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ സുരക്ഷമായിട്ട് ജീവിക്കാൻ കഴിയാവുന്നൊരു സാഹചര്യം. അതിൽ കൂടുതൽ നഷ്ടപ്പെട്ടവരാണെങ്കിൽ പോലും 500 കോടിയേ വരത്തുള്ളൂ. അവിടെ 765 കോടി രൂപ കിട്ടി. രാഷ്ട്രീയം കളിക്കരുത്, ജനങ്ങളുടെ ജീവിതവും കണ്ണീരും വെച്ച് രാഷ്ട്രീയം കളിക്കരുത്. അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു സമൂഹം തയ്യാറാണോ എന്ന് മാത്രം പറയാനാണ് ഇവിടെ വന്നതും. എത്രയോ നാളുകൾക്ക് മുമ്പ് ഇവർ വിളിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ, നമുക്ക് ചെയ്യാൻ നിങ്ങൾ കൃത്യമായി അർഹതപ്പെട്ട ആൾക്കാരെ കാണിച്ചു തരും. പക്ഷേ ഗവൺമെൻറ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ട് ഗവൺമെൻറ് കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ വെളിയിൽ നിന്ന് ഒരാൾ വന്ന് ചെയ്യേണ്ട സാഹചര്യം വരുന്നുള്ളൂ. ഗവൺമെൻറ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കും. ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ സമൂഹം ഏറ്റെടുക്കും. അതിൻ്റെ ഒരു ഭാഗമായി മാറുക എന്നത് മാത്രമാണ് എൻ്റെ കർത്തവ്യം. തീർച്ചയായും എന്തായാലും ഒന്നുകൂടി ഞങ്ങളുടെ ഈ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ വേദനകളിൽ പങ്കുചേർന്നതിന് സ്നേഹം. തീർച്ചയായും അല്ല, അതേ ഉള്ളൂ. ഒരു ജീവിതം കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ഒരു രാത്രി ഉറങ്ങിക്കിടന്നൊരു മനുഷ്യൻ അപ്പാടെ ഭൂമിയിൽ നിന്നും ഇല്ലാതായി. എന്താ ഇതൊക്കെ നമ്മളെനിക്ക് തോന്നുന്നു ഈ ടി വിയിലും വിഷ്വലിലും ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അത്രയ്ക്കൊക്കെ തോന്നും. മറ്റുള്ളവരുടെ ആരുടെയും ദുഃഖം ഒരു വാർത്തയ്ക്കപ്പുറത്തേക്ക് പൊതുവേ നമുക്കൊന്നും വലിയ പ്രശ്നമായിരുന്നില്ല. ഇത് നമ്മുടേതാണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഞാൻ പോലും ചിന്തിച്ചത് ആ സമയത്ത് ഒരു രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നാട്ടിലില്ലാത്ത സമയത്ത് എൻ്റെ വീട് ഒലിച്ചു പോയി എന്ന് കേട്ടാൽ നമുക്കുണ്ടാകുന്ന അതേ വിഷമം. ഇത് എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു, അമ്മ നഷ്ടപ്പെട്ടു, എൻ്റെ കുടുംബം ഇല്ലാണ്ടായി, ഞാൻ വേറെ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി. അപ്പോൾ അത് വല്ലാത്തൊരു വേദനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വേദനയെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ടും കാലങ്ങളായിട്ട് ഈ ദുരന്തത്തെ വിറ്റ് കാശാക്കാൻ നടക്കുന്ന വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വന്നു. അല്ലാണ്ട് എനിക്ക് നഷ്ടങ്ങളല്ലേ ഉള്ളൂ. നമ്മൾ ഇവർക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഇവരുടെ ശത്രുത ഉണ്ടാവും, ഇവർ നമുക്കെതിരെ കേസെടുക്കും, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കും. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ. മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഒരു നീതിബോധം. അതിൻ്റെ പേരിൽ എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും അത് പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങളുടെ അങ്ങനെയല്ല ഞാൻ ചിന്തിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ശബ്ദം ഉയർത്തുമ്പോൾ മാത്രമേ സർക്കാരിന് തോന്നത്തുള്ളൂ കൃത്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന്. ഇപ്പോൾ ഇവിടെ വയനാട്ടിൽ കൽപ്പറ്റയിൽ ടൗൺഷിപ്പ് പണിയുന്നതെന്ന് പറയുമ്പോഴും ഒരു സർക്കാരിൻ്റെ പേടിയുണ്ട്. വലിയൊരു പ്രതിഷേധ സ്വരം അന്ന് ഉയർന്നിട്ടുണ്ടെന്നും കിട്ടിയ പൈസയുടെ ഒരു 70% അവരതുകൊണ്ട് കൃത്യമായിട്ട് വിനിയോഗിക്കും. നമ്മൾ ശബ്ദം ഉയർത്തിയില്ലെന്നുണ്ടെങ്കിൽ 50% പോലും വിനിയോഗിക്കത്തില്ല. ഞാൻ ചെയ്ത ഏറ്റവും നല്ല കാര്യം അതാണ്. നമ്മളന്ന് വയനാട്ടിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞൊരു ശബ്ദം ഉയർത്തിയതാണ് ഇവിടെ വന്നൊരു വീട് വെച്ച് കൊടുക്കുന്നതിനെക്കാട്ടിയും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത്. വീട് വെച്ച് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു മാറ്റമില്ല. അർഹതപ്പെട്ട ഒരാളെ ഷാജിയേട്ടൻ കണ്ടെത്തി തരൂ. തീർച്ചയായിട്ടും ഞാൻ ആ പറഞ്ഞ കാര്യത്തിനോട് ഇപ്പോഴും യോജിക്കുന്നു. ഞാനും നമ്മളെ സഹായിക്കുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കളും, ഉണ്ണി എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ മന്നത്തിൽ ഗ്രൂപ്പിൻ്റെയാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ തയ്യാറാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഉറപ്പായിട്ട് ചെയ്യും. അദ്ദേഹം ഒരു വ്യക്തിക്ക് ഇവിടെ ഇടം നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് വീട് വെച്ച് കൊടുക്കാം എന്നാണ് പറയുന്നത്. ഇനി അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച ഞങ്ങളുടേതായിരിക്കും, വ്യക്തിപരമായിട്ട് എൻ്റേതായിരിക്കും. അദ്ദേഹം ഈ മണ്ണിൽ വന്ന് ആ വാഗ്ദാനം മുന്നിൽ പാലിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ഞങ്ങളുടെ നാടിൻ്റെ കടപ്പാണ്. താങ്ക്സ്.